അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്, അതായത് ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞിട്ട് ദിവസേനയായിട്ട് 100 മെസ്സേജുകളാണ് വാട്സപ്പിലൂടെ ആയിട്ട് വരാറുള്ളത്. എന്ത് കടം കൊണ്ടുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരാളുടെ അല്ലെ അനിയത്തിയുടെ അല്ലെ കുടുംബക്കാരുടെ പണ്ടം വാങ്ങി പണയം വെച്ചിട്ടുണ്ട്, അത് എടുത്തു കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല, എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത്, അങ്ങനെയുള്ള കാര്യം. അതേപോലെ തന്നെ പൈസ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അവർ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രയാസങ്ങളും ടെൻഷനും ഒരുപാട് പേർ പറയാറുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ പേരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്റല്ല, അസ്മാഉൽ ഹുസ്നയിലുള്ള 4 നാമങ്ങളെ കുറിച്ചാണ് ഫസ്റ്റ് തന്നെ ഞാൻ അവരോട് പറയല്. കടം കൊണ്ടുള്ള വിഷമം പ്രയാസം പറയുന്നവരോട് ആദ്യം തന്നെ പറയാറുള്ളത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റാണ്. അതിന്റെ ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതേപോലെയായിട്ട് ഒരു സഹോദരിക്ക് വിഷമം പറഞ്ഞ സമയത്ത്, അതായത് ബാങ്കിൽ വെച്ചിട്ടുള്ള പണ്ടം, അനിയത്തിയുടെ പണ്ടമാണ് പണയം വെച്ചിട്ടുള്ളത്. അത് അവളുടെ ഭർത്താവ് പോലും അറിയാതെയാണ് അത് വാങ്ങി വെച്ചിട്ടുള്ളത്. അത് എടുത്തു കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല, 4-5 ദിവസത്തിനുള്ളിലായിട്ട് അത് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത ദിക്റിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അതായത് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാല്, അത് ചൊല്ലിയിട്ട് ആ ദിക്ർ 2 ദിവസം മാത്രം നിയ്യത്താക്കി ചൊല്ലി 3-ാമത്തെ ദിവസമായപ്പോഴേക്കും മറ്റൊരാള് പൈസ കൊടുത്ത് സഹായിച്ചു. ആ ഒരു അനുഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ ഇതുപോലെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ആത്മാർത്ഥതയോടുകൂടി, മനസ്സറിഞ്ഞുകൊണ്ട്, ഇഖ്ലാസോട് കൂടിയിട്ട് ഈ പറയുന്ന ദിക്ർ നിങ്ങളും നിയ്യത്താക്കി ചൊല്ലി നോക്കി. അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. അതായത് അള്ളാഹുവിന്റെ നാമങ്ങൾ 4 നാമങ്ങളാണ്. അതേപോലെ തന്നെ സ്വലാത്ത് ഉണ്ട് ഇതില്, അതുപോലെ മറ്റൊരു ദിക്റും കൂടിയുണ്ട്. ഇതേ രീതിയിൽ ആത്മാർത്ഥതയോട് കൂടി. അപ്പൊ ഈ സഹോദരിക്ക്, ഇവൾക്ക് ഒരൊറ്റ 2 ദിവസം കൊണ്ട് ഫലം കിട്ടി എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഫലം കിട്ടിയില്ല എന്ന് വരും. എന്നാലും ഇത് നിർത്തിവെക്കാതെ ഇതിന് എനിക്ക് ഫലം കിട്ടുമെന്ന മനസ്സോടുകൂടി നിയ്യത്താക്കിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഒരു ഫലം അല്ലാഹു അതിന് കാണിച്ചു തരും. കാരണം ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള ഇസ്മാണ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നുള്ള ദിക്ർ. ഇൻഷാ അല്ലാ ദുൽഹിജ്ജ മാസത്തിലാണ് അൽഹംദുലില്ലാ നമ്മളിപ്പോൾ ഉള്ളത്. ദുൽഹിജ്ജ മാസം അള്ളാഹു തിരഞ്ഞെടുക്കപ്പെട്ട മാസമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാസവുമാണ്. ഈ ഒരു മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും ഇരട്ടി പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന മാസമാണ്. ദിക്ർ, തസ്ബീഹ്, സ്വലാത്ത്, ഖുർആൻ പാരായണം ഒക്കെ അധികരിപ്പിക്കുക. അതേപോലെ തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 200 തവണ ദുൽഹിജ്ജ 10 മുന്നേ ആയിട്ട് നിങ്ങൾ ഓതിക്കോളിട്ടോ, മനസ്സിലെ കാര്യം നിറവേറി കിട്ടാൻ. അതേപോലെ തന്നെ യാസീൻ സൂറത്ത് ഓതുക. അതുപോലെ ഒരുപാട് ദിക്റുകൾ ഇന്നത്തെ ക്ലാസ്സിലും ഇന്നലത്തെ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞതുണ്ട്. ആ വീഡിയോയിലൊക്കെ പോയിട്ട് ആ ദിക്റുകളൊക്കെ ഒപ്പമായിട്ട് ചൊല്ലുക. ഫലം കിട്ടും. നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറാൻ അള്ളാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. കുറച്ച് ദിക്റുകൾ ചൊല്ലുക, എന്നിട്ട് ദുആ ചെയ്യുക. കുറച്ച് ഖുർആൻ പാരായണം ചെയ്യുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വീട്ടിൽ വെച്ചിട്ട് ധാരാളം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക. ഇഷാ മഗ്‌രിബിന്റെ ഇടയിലൊക്കെ ആയിട്ട് കഴിയുന്നത്ര ഖുർആൻ പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാ നമ്മളെ പെരുന്നാൾ പൈസ, ദുൽഹിജ്ജ മാസമാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ എന്ത് സ്വതക്ക കൊടുത്താലും അത് അള്ളാഹ് സ്വീകരിക്കുന്ന മാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ അമൽ ചെയ്താലും ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ യതീമക്കൾക്കുമാണ് പൈസ നിയ്യത്താക്കി കൊടുക്കുന്നത്. അപ്പൊ ഈ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുക. നിങ്ങളെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി 10 രൂപ വരെ അയച്ചു തന്നവരുണ്ട്. അത് 500 രൂപ ഇല്ലാതെ എങ്ങനെ കൊടുക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മളാൽ കഴിയുന്നത്, അള്ളാഹ്ക്ക് അറിയാലോ, ഒരുപാട് പൈസ കൊടുത്താൽ ഒരുപാട് കൂലി കിട്ടും, അതൊന്നുമില്ല. നമുക്ക് എത്രയാണ് പറ്റുന്നത് അത് നമ്മൾ ഓരോരുത്തർ അയച്ചു തരുന്നത്, അത് ഒരുക്കി കൂട്ടിയിട്ട് 1000 രൂപ ഒരു യത്തീംകുട്ടിക്ക്, ഒരു വിധവക്ക് ആ ഒരു രീതിയിലാണ് കൊടുക്കാൻ വിചാരിച്ചത്. അതിൽ ഒരുപാട് പേരൊന്നും അയച്ചു തന്നിട്ടില്ല. എല്ലാവരും നമ്മുടെ ഈ ചാനൽ കാണുന്ന
ഒരുപാട് പേരും പൈസ ഉള്ളവരൊന്നുമല്ല, ഒക്കെ പ്രയാസത്തോടു കൂടി ജീവിച്ചു പോകുന്നവരാണ്. എന്നാലും അതിൽ നിന്ന് കഴിയുന്നവര് 10, 50, 100 അല്ലെ ഒരു 313 നീയത്താക്കിയിട്ട് അയച്ചു തരിക. അതായത് നിങ്ങളെ കാര്യം നിറവേറി കിട്ടാൻ ഇന്ന എത്തിയും കുട്ടിക്ക് ഇത്ര എത്തിയും കുട്ടിക്ക് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദുൽഹിജ്ജ മാസത്തിൽ സ്വതക്ക കൊടുത്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏർവാടിയിൽ പോകുന്നുണ്ട്. ഏർവാടി നാഗൂരൊക്കെ അടുത്ത മാസം 13-ാം തീയതിയാണ് കേട്ടോ. ഓരോ ക്ലാസ്സിലും ഞാൻ പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഏർവാടി നാഗൂര് തിരിച്ചു വരുന്ന അന്നൊക്കെയാണ് ഓരോരുത്തർ പൈസ അയച്ചു തരുന്നത്. അങ്ങോട്ട് ഞാൻ തിരിച്ച് പൈസ ഇട്ട് കൊടുത്തതാണ്. അറിയാതെ പോവണ്ട. ഏതായാലും ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണ്. എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിലൊക്കെ അയച്ചു തരുന്ന സമയത്ത് പേരെഴുതി വിടാൻ ആരും മറന്നു പോകരുത് കേട്ടോ. എന്തിനുള്ള പൈസയാണെന്ന് നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് പറയണം. അതേപോലെ ഏർവാടിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫലം കിട്ടുന്നത്, അവിടെ സുഖമില്ലാത്ത ഒരുപാട് രോഗികളുണ്ട്. അതായത് മാനസികമായിട്ട് കാണാൻ നമുക്ക് തന്നെ പ്രയാസമാണ് അവരുടെ ഓരോ കാട്ടിക്കൂട്ടൽ കണ്ടാൽ. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഒരു പേർക്ക് ഭക്ഷണത്തിന് ഒരു 150 രൂപ ഒരു പൈസയൊക്കെയാണ് ഏർവാടിയിൽ വരുന്നത്. നാഗൂരിലാണെങ്കിൽ 100 രൂപയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരുപാട് പേര് നേർച്ചയാക്കി തന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നവർക്ക് എത്ര പേർക്കാണ് ഭക്ഷണം കൊടുക്കാൻ കഴിയുക എന്ന് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചു തരിക. അതേപോലെ തന്നെ നാഗൂര് വെള്ളിത്തല, വെള്ളിക്കൈ, കാലുവേദന, കൈവേദന ഇതിലെയുള്ളൊക്കെ നേർച്ചകളാണ് അവിടെ ഉള്ളത്. ചൊറിച്ചില്, അതുപോലെ നമ്മുടെ കൗത്തിലൊക്കെ ഉള്ള ഉണലുകൾക്കൊക്കെ ഉപ്പ്, കുരുമുളക് പാക്കറ്റ്, ആഗ്രഹം നിറവാൻ പ്രാവിന് ഗോതമ്പ് അരി കൊടുക്കുക, ഇതുപോലെയുള്ള നേർച്ചയാണ് അവിടെയും ഉള്ളത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയൊക്കെ മനസ്സിൽ നിയ്യത്തുള്ളവർ വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കുക. നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരുപാട് പേര് എന്നോട് ദിവസമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. കണ്ണീരോടുകൂടി കരഞ്ഞോണ്ട് തന്നെ പറയുന്ന കാര്യമാണ്. ഇന്ന ആളെ ഗോൾഡ് എടുത്തു കൊടുക്കാനുണ്ട്, എന്താ ചെയ്യുക, അവിടെ ഇപ്പൊ നേരം വെളുത്തപ്പോഴേക്ക് വിളിക്കാൻ തുടങ്ങി. അത് കേൾക്കുന്ന സമയത്ത് നമുക്കും അങ്ങനെ ഒരു ടെൻഷൻ, ഒരാൾ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്ത് മനസ്സിൽ തന്നെ എന്തോ ഒരു വിഷമമാണത് കേൾക്കുമ്പോൾ. എന്നോട് കഴിയുന്നത് പോലെ ഞാൻ ദുആ നിസ്കാരത്തിന് ശേഷവും ഓരോ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർക്കും അല്ലാത്തവർക്കും ഒക്കെ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി തരട്ടെ. അപ്പൊ ഞാൻ ആ ദിക്റുകൾ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്ർ ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പൊ എന്ത് ചെയ്യാ, വെറും 33 തവണയാണ് ഈ ഒരു സഹോദരിക്ക് ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം സ്വലാത്തുൽ ഫാത്തിഹ് 33 തവണ. സ്വലാത്തുൽ ഫാത്തിഹ അറിയില്ലേ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഖ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ വന്നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിൽ അലീം. സ്വലാത്തുൽ ഫാത്തിഹ 33. അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റും 33 തവണ. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 33 സ്വലാത്തുൽ ഫാത്തിഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഖ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ വന്നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിൽ അലീം. 33. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒപ്പമായിട്ട് ചൊല്ലുന്നത്. ആദ്യം നമ്മുടെ കടം വീടി കിട്ടാൻ, അതുപോലെ പണ്ടം പണയം വെച്ചതുണ്ട്, അത് എടുത്തു കൊടുക്കാൻ, പണം കടം വാങ്ങിയതുണ്ട്, അത് തിരിച്ചു കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല. ഇതുപോലെ പ്രയാസപ്പെടുന്നവരാരെങ്കിലും ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇതിനെനിക്ക് ഫലം കിട്ടും, ഉറപ്പാണ് എന്ന മനസ്സോടുകൂടി നിയ്യത്താക്കി ചൊല്ലിക്കോളി. തീർച്ചയായിട്ടും
ഇതിന് ഫലം, നിങ്ങൾ ആ കാര്യത്തിനുള്ള ഫലം, ഒരു വഴി അള്ളാഹ് നിങ്ങൾക്ക് തുറന്നു തരും. ഒരു സംശയവും വേണ്ട, അത് ഉറപ്പാണ്. കാരണം ഒരുപാട് പേർക്കാണ് ഈ ഒരു രൂപത്തിലായിട്ട് ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ളത്. അതേപോലെ യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു, സ്വന്തമായി ഈ ദിക്റുകൾ, ഈ 4 ഇസ്മുകൾ 313 വെച്ചിട്ടും ചൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം ഇത് ചൊല്ലേണ്ട രീതി. ആദ്യം സ്വലാത്തുൽ ഫാത്തിഹി 33, അത് കഴിഞ്ഞിട്ട് യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു, യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു, യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ. അത് കഴിഞ്ഞിട്ട് അവസാനവും സ്വലാത്തുൽ ഫാത്തിഹ് 33 തവണ പെട്ടെന്ന് ചൊല്ലി തീർക്കുക. ഇത് ഓരോ ദിവസം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് എവിടെങ്കിലും തനിച്ചിരിക്കുക. അതായത് എവിടെയെങ്കിലും ഒരു എന്താ പറയാ, ഒറ്റപ്പെട്ട ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി, വീട്ടിന്റെ പുറത്ത് പോയി ഇരിക്കാന്നല്ല പറയുന്നത്, വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. കാരണം നമ്മൾ ഈ ചൊല്ലുന്ന സമയത്ത്, ഈ സ്വലാത്തും ചൊല്ലുന്ന സമയത്ത് ഈ സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അള്ളാന്റെ നാമമാണ്, 4 നാമമാണ് ഒരുമിച്ച് ചൊല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ചൊല്ലി ഒരു ചരിത്രമുണ്ട്. ഒരു സ്വഹാബി ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായിട്ടുള്ള ഒരു ദിക്റാണ്, ഒരു ചരിത്രമുള്ള ദിക്റാണിത്. പിന്നെ ലാസ്റ്റ് സ്വലാത്തുൽ ഫാത്തിഹി ഒന്ന് ചൊല്ലി നോക്കി, മനസ്സറിഞ്ഞുകൊണ്ട്, ഒരു പ്രതീക്ഷ മനസ്സ് വെച്ചുകൊണ്ട് ചൊല്ലി നോക്കി. ഒരു സഹോദരി ഇന്നലെ വിളിച്ച് പറഞ്ഞ കാര്യമാണിത്. എന്നോട് ഇത് ക്ലാസ് എടുക്കുമ്പം പറയണം, എൻ്റെ പേര് മാത്രം പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. ആർക്കെങ്കിലും ഉപകാരമാവട്ടെ. ഒരുപാട് പേര് ഇതുപോലെ ടെൻഷൻ അടിക്കുന്നവരാണ്. കടം കൊണ്ടാണ് കൂടുതൽ പേരും ടെൻഷൻ അടിക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, സ്വലാത്ത് നിങ്ങൾ പതിവായിട്ട് ചൊല്ലണം കേട്ടോ. ഈ നമ്മൾ നിയ്യത്താക്കി ചൊല്ലുന്ന ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്നതോടൊപ്പം തന്നെ ഒരു 100 സ്വലാത്തെങ്കിലും പതിവായിട്ട് ചൊല്ലാൻ നോക്കുക. അതായത് എല്ലാ ദിവസവും, അല്ലാണ്ട് ഒരു 2-3 ദിവസമൊക്കെ കുറച്ചൊക്കെ സ്വലാത്തൊക്കെ ചൊല്ലി പിന്നെ സ്വലാത്തും ഇല്ല ഇതില്ല, അതുപോലെ ആവരുത്. ഒരു 11 സ്വലാത്താണ് നിങ്ങൾക്ക് ദിവസം ചൊല്ലാൻ പറ്റുന്നതെങ്കിൽ ആ 11 സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി. എത്രയോ പേരാണ് എന്നോട് പറയാറുള്ളത്, ഇഷ്ക് മദീന എന്ന ചാനലിലൂടെ നിങ്ങളെ ക്ലാസ് കേട്ടതിന് ശേഷമാണ് സ്വലാത്ത് മുറുകെ പിടിക്കാൻ തുടങ്ങിയത്, അള്ളാന്റെ മുത്ത് റസൂലിന്റെ പേരിലായിട്ട് യാസീൻ ദിവസമായിട്ട് ഓതാൻ തുടങ്ങിയത് എന്ന്. ഓതാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട്, പക്ഷെ പതിവായിട്ട് ചൊല്ലാറും ഓതാറും ഇല്ലായിരുന്നു. ഇത്താന്റെ ക്ലാസ് കേട്ടേറെയാണ് മനസ്സിന് ഒരുപാട് സമാധാനമുണ്ട്, സുഖമുണ്ട് എന്ന്. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. നമ്മൾ പതിവാക്കണം ഇത്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ യാസീനും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലലും. ഞാൻ ഇത് പറയുന്നത് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിചാരിക്കാത്ത സന്തോഷം അള്ളാഹു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഞാൻ അതിൽ വിശ്വസിക്കുന്നത് ഈ സ്വലാത്തും അള്ളാന്റെ മുത്ത് റസൂലിന് യാസീനും പതിവാക്കിയിട്ടാണ്. അല്ലാണ്ട് ഊണും ഉറക്കുമില്ലാണ്ട് ഒരു ഇബാദത്ത് എടുക്കുന്ന ഒരാള്, ഒരു ബീവി, അതൊന്നുമല്ല. നിങ്ങളെപ്പോലെയുള്ള ഒരു സ്ത്രീയാണ് ഞാനും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ദിക്റുകളും സലാത്തും ഒക്കെ മറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ കേട്ടിട്ടും പുസ്തകത്തിൽ നിന്നും കിതാബുകളിൽ നിന്നും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുമാണ് ഞാൻ നിങ്ങളോട് ഓരോരോ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് ഞാൻ വലിയൊരു ബീവി, ഒരു ചികിത്സിക്കുന്ന ആള്, അങ്ങനെയുള്ള ആളൊന്നുമല്ല കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ പതിവാക്കി നോക്കുക. ഒരുപാട് പേര് വാട്സപ്പിലൂടെ നിങ്ങൾ പറഞ്ഞു തന്ന ദിക്ർ ഞാനിപ്പം 4ാമത്തെ ദിവസമാണ് ചൊല്ലുന്നത്, ഒരു മാറ്റവും എനിക്കില്ല. നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം. അതിൽ എനിക്കൊരു മറുപടിയും പറയാനില്ലല്ലോ. എനിക്കൊരു മറുപടി അതിന് പറയാനില്ല. നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലുതന്നെ. ഇപ്പം ചൊല്ലി എനിക്ക് ഇപ്പം തന്നെ ഉത്തരം കിട്ടണം, അതല്ല. അള്ളാഹുവിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടുമെന്ന മനസ്സോട് കൂടിയിട്ടൊന്ന് ചൊല്ലി നോക്കി. അള്ളാഹ് എൻ്റെ കാര്യത്തിനൊരു വഴി എനിക്ക് കാണിച്ചു തരുമെന്ന മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് മറ്റുള്ളവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെ ഈ അറിവിനെ പറഞ്ഞു കൊടുക്കുക.
പ്രയാസം കൊണ്ട് വിഷമം കൊണ്ട് സമാധാനമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ ദിക്റുകളെ കുറിച്ചും സലാത്തിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് കുറച്ച് ദിക്റ് ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലി ഒരു 11 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യട്ടോ. ദുൽഹിജ്ജ മാസല്ലേ, അള്ള ദുആക്ക് ഫലം കിട്ടുന്ന മാസമാണ്, അള്ള ഇഷ്ടപ്പെട്ട മാസമാണ്. വീട്ടിൽ വെച്ച് ധാരാളം അമൽ ചെയ്യാൻ നോക്കുക ഇൻഷാ അള്ളാ. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ദുൽഹിജ്ജ മാസമാണ്, ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ പലരും പലവിധ വിഷമങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ. അതിനുള്ള സമാധാന വഴി അവരുടെ മുന്നിൽ നീ തുറന്നു നൽകണേ അല്ലാ. വീട്ടിൽ റാഹത്തും സമാധാനവും സന്തോഷവും നൽകി റഹ്മാനെ. ജോലി സംബന്ധമായ കാര്യത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചവരുണ്ട് റബ്ബേ. അവർ വിചാരിക്കുന്ന പോലെ നല്ല ഹൈറായിട്ടുള്ള ജോലി അവർക്ക് നീ നൽകി അനുഗ്രഹിക്ക റഹ്മാനെ. ശമ്പളം കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ ഗൾഫിൽ ജയിലിൽ കുടുങ്ങി കിടക്കുന്നവരുണ്ട് റഹ്മാനെ. എത്രയും പെട്ടെന്ന് ജയിൽ മോചിതരാവാൻ അവർക്ക് നീ തൗഫീക്ക് നൽകി റഹ്മാനെ. വീട്ടുകാർ സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ് റഹ്മാനെ. എത്രയും പെട്ടെന്ന് ജയിൽ മോചനമാവാൻ ഒരു വഴി അവരുടെ മുന്നിൽ തുറന്നു നൽകി റഹ്മാനെ. ആ വീട്ടുകാർക്കൊരു സന്തോഷ വാർത്ത നീ കേൾപ്പിച്ചു കൊടുക്ക് റഹ്മാനെ. റബ്ബേ, മറ്റു പലവിധ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ളത്. കൂടുതൽ പേരും കടം കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരാണ് റഹ്മാനെ. ഞങ്ങളെ കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴി, എളുപ്പ വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴി ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ദീനിന്റെ മക്കളാക്ക് റഹ്മാനെ. ഞങ്ങൾക്ക് ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മക്കളെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. മക്കളെ ദുശീല സ്വഭാവം കാരണം റഹ്മാനെ, ആ മക്കളെ ആ സ്വഭാവത്തിൽ നിന്ന് വേർപെടുത്ത് റഹ്മാനെ. നല്ല റാഹത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്ക് റഹ്മാനെ. ഉമ്മനെയും ഉപ്പനെയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മക്കളാക്കണേ അല്ലാ. എല്ലാവരോടും ആദരവും ബഹുമാനവും റഹ്മാനെ. അള്ളാനെയും റസൂലിനെയും പേടിക്കുന്ന മക്കളാക്കണേ അല്ലാ. ദീനിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും ഖുർആൻ പാരായണവും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ വീട്ടിൽ നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരിടയിലുള്ള പ്രയാസം മാറ്റി സന്തോഷത്തിലാക്കി കൊടുക്കല്ല. ഒരുപാട് സഹോദരിമാര് അങ്ങനെയുള്ളൊരു വിഷയം പറഞ്ഞവരുണ്ട് റഹ്മാനെ. അവർക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം മരണം വരെ അവർക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാ.
റബ്ബേ, എന്തൊക്കെ കാര്യം പറഞ്ഞ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽക് റഹ്മാന്. അസുഖങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷപ്പെടുത്തല്ല റബ്ബേ. മാരകമായ അസുഖങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ കരയിപ്പിച്ചു കളയണേ അല്ല റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കകളെല്ലാം നീ സ്വീകരിക്ക് റഹ്മാനെ. നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു അമലാക്കി നീ മാറ്റിത്തരണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരോടും പറയാനുള്ളത് ദുആവസിയത്തോടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. പ്രത്യേകമായിട്ട് എൻ്റെ ഉപ്പ, എൻ്റെ ആങ്ങളെയൊക്കെ മരണപ്പെട്ടു പോയവരാണ്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.